വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഇന്നൊരു പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നാരങ്ങ അച്ചാർ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 നാരങ്ങയുണ്ട്. ഇതൊരു 10 മിനിറ്റ് ആവി കയറ്റി എടുത്തതാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് രണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10-15 വെളുത്തുള്ളി ഉണ്ട്. അതുപോലെ പച്ചമുളക്, കറിവേപ്പില എന്നിവയുണ്ട്. ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്ന എണ്ണ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. നല്ലെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അച്ചാറിന്. ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഈ നാരങ്ങയുടെ പുറത്തുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയണം. ഒരു ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് പുറത്തുനിന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാം. അച്ചാർ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഈ രീതിയിൽ അച്ചാറിട്ടിട്ട് ഒരു 6 മാസം വരെ പുറത്ത് തന്നെ വെച്ചിട്ടാണ് ഉപയോഗിക്കാറ്. ചീത്തയാകാറൊന്നുമില്ല. നാട്ടിലാകുമ്പോൾ കുറച്ചും കൂടെ കുറച്ച് സമയം ഇരിക്കുള്ളൂ. നാട്ടിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചീത്തയാവും. ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു നാരങ്ങ 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചീനിച്ചട്ടി, ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉലുവ പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ ഉലുവ ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് ഞാൻ പൊടിയാണ് ചേർക്കുന്നത്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ എരിവനുസരിച്ചിട്ട് ചേർക്കാം. അതുപോലെ ഇതിന് പകരം കാന്താരി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ചിലരൊക്കെ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് പിന്നീടാണ് നാരങ്ങ ചേർക്കാറ്. ഞാൻ ഈ രീതിയിലാണ് ചെയ്യാറ്. ഈ നാരങ്ങയിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഈ എണ്ണയിലിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പം അതൊക്കെ പോയി കിട്ടും. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഉലുവ ഞാൻ വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. എരിവനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവൊക്കെ എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ 2 ടീസ്പൂണൊക്കെ ചേർക്കാറുണ്ട്. ഒരു മധുരം ഇഷ്ടമായതുകൊണ്ട് ഇപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർക്കാം. അച്ചാറിൽ കുറച്ചും കൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട്
ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്ത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടൊക്കെ പോയിട്ടുണ്ട്. ചാറൊക്കെ കുറച്ചൊന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി ഉടനെ തന്നെ ഇത് മറ്റൊരു ഗ്ലാസിൻ്റെ ബൗളിലേക്കോ എന്തെങ്കിലും ഒരു ബോട്ടിലേക്കോ മാറ്റണം. അലുമിനിയം പാത്രത്തിൽ ഒരിക്കലും അച്ചാർ ഉണ്ടാക്കിയിട്ട് കൂടുതൽ നേരം വെച്ചേക്കരുത്. അതുപോലെ എപ്പോഴും അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിലിൽ തന്നെ ഇട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒരിക്കലും അച്ചാറൊന്നും ഇട്ട് വയ്ക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കണം. താങ്ക് യു.